ഫ്രണ്ട്സ്, റാംബാൻ ടേസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? അതൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആഡ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. നമ്മുടെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആട്ടോ. എന്താണെന്നല്ലേ, നല്ല പൂ പോലെ മുല്ലമൊട്ടിൻ്റെ നിറമുള്ള വട്ടയപ്പം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വട്ടയപ്പത്തിന് വേണ്ടി നമുക്ക് ആദ്യം അരി വെള്ളത്തിലിടാം. ഞാനിവിടെ ഒരു 2 കപ്പ് അരിയാണ് വെള്ളത്തിലിടുന്നത്. ഈ അരിയിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച അരിയിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 7 to 8 hours ഇത് സോക്ക് ചെയ്യാൻ വെക്കണം. നമ്മളുടെ അരി അപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അരയ്ക്കാനുള്ള എല്ലാ ഐറ്റംസോടെ മിക്സ് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര. ഇതൊരു 7 മുതൽ 8 ടീസ്പൂൺ വരെ പഞ്ചസാരയുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് എന്തുമാത്രം മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു 3 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചോറ്, ഒരല്പം ഉപ്പ്, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യണത്. നമ്മൾ അരി ഒക്കെ അളന്ന ആ സെയിം കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ അപ്പത്തിന്റെ ബാറ്റർ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു അല്പം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആണുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇഡ്ഡലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്ന്. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് ഒരു 8 hours എങ്കിലും വെക്കണം. നമ്മുടെ എൻവയോൺമെന്റ് ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കും ഇത് പുളിച്ചു പൊങ്ങുന്നത്. ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പൊങ്ങും. അതേസമയം തണുപ്പുള്ള ഒരു ടൈം ആണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കുക, പാത്രത്തിൽ നിറച്ച് വെക്കരുത്. കാരണം ഇത് പുളിച്ച് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ബൗളിൽ ഇനിയും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പുളിച്ച് പൊങ്ങി കഴിഞ്ഞിട്ട് ഇനി ഇത് സ്റ്റീം ചെയ്ത് അപ്പം ഉണ്ടാക്കാം. നമ്മുടെ മാവ് അപ്പം നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ഏതിലാണോ അപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്രം നന്നായിട്ട് ഗീയോ എണ്ണയോ വെച്ച് നന്നായിട്ട് ഗ്ലേസ് ചെയ്ത് കൊടുക്കുക. സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാനിപ്പോൾ, പ്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റീമറിനകത്തോട്ട് ഇത് ഫസ്റ്റ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പതുക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഒരു പകുതി വിട്ട് വരുന്ന രീതിയിൽ വേണം. കാരണം ഇത് നമ്മൾ ഈസ്റ്റ് ഇടുന്നത് കൊണ്ട് ഈ അപ്പം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1/2 ലെവലിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് നമ്മൾ ഒരു ചെറുതായിട്ടൊരു ഗാർണിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ അപ്പം ഒന്ന് തുറന്ന് നോക്കണം. നല്ല ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആറാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി നോക്കുക, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. ഇനി നമുക്ക് പതുക്കെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം.
കണ്ടോ, ഇതിൻ്റെ അകമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫോർക്കിനകത്തൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ പൂവ് പോലെയുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, ഒട്ടും കട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Super Vatayappam. Press the bell icon on the YouTube app and never miss another update.